KPCC പ്രസിഡൻ്റായിട്ടുള്ള കെ സുധാകരൻ്റെ ഒരു വീട്ടുകളിൽ നിന്ന് കൂടോത്രം കണ്ടെത്തിയ വാർത്ത നിങ്ങൾ ഇതിനകം വായിച്ചിട്ടുണ്ടാകും. ഈ വാർത്ത എനിക്ക് വലിയ സംശയങ്ങൾ ഉളവാക്കുന്ന ഒരു വാർത്തയാണ്. അതിന് കാരണം ഈ വാർത്തകൾ യഥാർത്ഥത്തിൽ ഇതിലുണ്ടാക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള പ്രതിഫലനം എന്ന് പറയുന്നത് ഇത് BJPയെയും സംഘപരിവാറിനെയൊക്കെ വളർത്താൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ അതിനനുസരിച്ച് ആളുകളുടെ മനസ്സ് പരുവപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു വാർത്തയാണിത്. ഞാൻ ആ വാർത്തയിലേക്ക് വരാം. അതിനു മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു വിശ്വാസ്യതയെക്കുറിച്ചും എനിക്ക് വലിയ സംശയങ്ങളുണ്ട്. കാരണം ഏറ്റവും ആദ്യം ഇത് കെ സുധാകരൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ വീട്ടിൽ നിന്ന് മാത്രമല്ല കണ്ടെത്തുന്നത്, KPCC ഓഫീസിൽ ഇദ്ദേഹം ഇരിക്കുന്നതിൻ്റെ താഴെ നിന്ന് കണ്ടെത്തുന്നു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം പേട്ടയിൽ താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് കണ്ടെത്തുന്നു. പിന്നീട് മാധ്യമ വാർത്തകൾ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ഇദ്ദേഹം ഡൽഹിയിൽ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഇത്തരത്തിലുള്ളൊരു കൂടോത്രം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഇത് കണ്ടെത്തുമ്പോൾ തന്നെ അദ്ദേഹം വളരെ കൃത്യമായി ഇതിനൊരു പ്രചാരണം കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കൂടോത്രത്തിൽ കാല് കണ്ടെത്തുമ്പോൾ കാലിന് എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നും, പിന്നെ തല കണ്ടെത്തുമ്പോൾ തലയിൽ എനിക്ക് ചെറിയ മരവിപ്പുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട്. ഇത് കൂടാതെ ഇത് കണ്ടെത്താൻ വേണ്ടി സഹായിക്കുന്ന നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന കാസർഗോഡിലുള്ള ഒരു MP, ആ MP അദ്ദേഹം പറയുന്ന ഒരു വാചകം എന്ന് പറഞ്ഞാൽ എന്നെ തകർക്കാൻ വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള ഒരു കൂടോത്രം ചെയ്തിരുന്നുവെന്നും, ആ കൂടോത്രം ഞാൻ നേരത്തെ തന്നെ കണ്ടെത്തി അതിന് പ്രതിവിധി ചെയ്തുവെന്നും, അതുകൊണ്ടാണ് ഞാൻ 1 ലക്ഷം വോട്ടിന് ജയിച്ചത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ നാട്ടുകാരൊക്കെ വോട്ട് ചെയ്തുകൊണ്ടുമല്ല. രണ്ടാമത്തത്, ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു ഐഡിയോളജിക്ക് ആളുകൾ, അല്ലെങ്കിൽ ആശയത്തിന് ആളുകൾ അനുകൂലമായി നിന്നുകൊണ്ടല്ല, പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ എതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം കൊണ്ടുമല്ല, പകരം സംഘപരിവാർ അജണ്ടകൾക്കും BJPയും അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ടുമല്ല. ഇത് സത്യത്തിൽ സംഭവിച്ചത് ഇത് മറ്റേ കൂടോത്രത്തിനെതിരെ പുള്ളി മറുമരുന്ന് ചെയ്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അവിടെ വോട്ട് ചെയ്തിട്ടുള്ള മുസ്ലിം ലീഗുകാരടക്കമുള്ള ആളുകളും നേതൃത്വവുമൊക്കെ ഇതിന് മറുപടി പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിൻ്റെ പിന്നിൽ കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഒരു അജണ്ട ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ കാരണം, ഈ KPCC പ്രസിഡന്റ് എന്ന് പറയുന്ന കെ സുധാകരൻ നേരത്തെ തന്നെ BJPയിലേക്ക് പോകാൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്നതാണ് എന്ന് നമ്മളോട് ദല്ലാൽ നന്ദകുമാർ വന്നൊരു പത്രസമ്മേളനത്തിൽ പറയണ്ടേ. അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കിട്ടൽ, എന്തൊക്കെ സാധനങ്ങൾ കിട്ടും, എന്തൊക്കെ കിട്ടും എന്നുള്ള കാര്യങ്ങൾ, പണമടക്കമായിരിക്കാം, നമുക്കറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുറപ്പിച്ചിരുന്നുവെന്നും, പക്ഷേ ഏറ്റവും ഒടുവിൽ KPCC പ്രസിഡന്റ് സ്ഥാനം കിട്ടിയതുകൊണ്ടാണ് കെ സുധാകരൻ അതിൽ നിന്ന് വഴുതിപ്പോയത് എന്നുമാണ് നന്ദകുമാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പോയിട്ടുള്ള ഒരു KPCC പ്രസിഡൻ്റായിട്ടുള്ള കെ സുധാകരൻ ഇത്തരത്തിലുള്ളൊരു പ്രചാരണം കൊടുക്കുന്നതിന് തെറ്റാണ്. കാരണം ഇവർ രണ്ടുപേരും MP-മാരാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 51A പ്രകാരം, അതിലെ 8ാമത്തെ ക്ലോസ് പ്രകാരവും വളരെ കൃത്യമായി പറഞ്ഞേക്കുന്നത് ഒരു ശാസ്ത്ര അവബോധം ജനങ്ങളിൽ വളർത്താൻ ഇവർ തയ്യാറെടുക്കണമെന്നാണ് ഭരണഘടന പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ഭരണഘടന പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമുക്ക് വിട്ടേക്കാം. അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇന്ത്യ രാജ്യത്ത് BJPയും അതുപോലെ സംഘപരിവാർ അജണ്ടയും ഒക്കെ വേരൂന്നുന്നതിൽ ഇത്തരത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു എക്സ്ട്രീമായിട്ടുള്ള വിശ്വാസവും, ഒരുപക്ഷെ വിശ്വാസത്തിൻ്റെ അതിർവരമ്പ് കടന്ന ഒരു അന്ധവിശ്വാസത്തിലേക്ക് കിടക്കുന്ന കാര്യങ്ങളൊക്കെ സഹായിച്ചിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസി, ദൈവത്തിൽ വിശ്വസിക്കുന്നു, നമ്മളൊരു ഹോപ്പ് കാണുന്നു എന്ന് പറയുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു അന്ധവിശ്വാസിയാകാനോ, ഏതെങ്കിലും തകിട് കൊണ്ടോ ഏതെങ്കിലും സ്ഥലത്ത് കുഴിച്ചിട്ടാൽ മറ്റൊരാൾ നശിച്ചു പോകുമെന്നൊക്കെ വിചാരിക്കുന്ന അത്ര വിഡ്ഢിയാവാനോ കഴിയില്ല. അപ്പോൾ അത്തരത്തിൽ വിഡ്ഢികളായിക്കൊണ്ട് ഇവർ ഈ പെരുമാറിയതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്, ഇന്ത്യ രാജ്യത്ത് നേരത്തെ നമുക്കറിയാം പല ഗോഡ്മാൻമാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചന്ദ്രസ്വാമി എന്ന് പറയുന്ന ഒരു ഗോഡ്മാൻ, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ജെയിൻ കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷൻ തന്നെ ഈ ചന്ദ്രസ്വാമി എന്ന് പറയുന്ന ആൾ, അതായത് ഇന്ദിരാഗാന്ധിയുടെ വധക്കേസുമായി ബന്ധപ്പെട്ട്, രാജീവ് ഗാന്ധിയുടെ വധക്കേസുമായി ബന്ധപ്പെട്ട് ജെയിൻ കമ്മീഷൻ്റെ ഒരു വോളിയത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ചില പങ്കുകളെക്കുറിച്ചുള്ള സംശയം വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ മറ്റേ ആശ്രമം എന്ന് പറയുന്ന സ്ഥലം, അതൊരു കൊള്ളസംഘമാണ്. ആശ്രമമൊക്കെ റെയ്ഡ് ചെയ്യപ്പെട്ടപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏതാണ്ട് 11 മില്യൺ ട്രാൻസാക്ഷനാണ് ആയുധങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയത് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ജനം ഓർക്കുന്നത് നന്നായിരിക്കും. ഈ ചന്ദ്രസ്വാമി മുതൽ ഇത്തരത്തിലുള്ള ചില വസ്ത്രം ധരിക്കാത്ത സ്വാമിമാർ കാല് വെച്ച് നമ്മുടെ പ്രധാനമന്ത്രി അനുഗ്രഹിക്കുന്നത് മുതൽ, നിത്യാനന്ദ പോലെയുള്ള ചെന്ന സ്ഥലങ്ങളിലെല്ലാം പെണ്ണുപിടിയും മറ്റേ പല പരിപാടികളുമായി നടന്നവനൊക്കെ അടക്കം ഇത്തരത്തിൽ വലിയ സ്വീകാര്യത കിട്ടുന്നത് നമുക്ക് കൃത്യമായി നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്.
അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെല്ലാം ചെയ്തിരുന്നത് ആസാറാം ബാപ്പു ആണെങ്കിലും ഈ പറയുന്ന ദേര സച്ച സൗദയുടെയൊക്കെ ഗുർമീത് സിംഗ് ആണെങ്കിലും നിരവധി ആളുകൾ പല കേസുകളിലും ഇതുപോലെ ബലാത്സംഗവുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി കാലം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുള്ള ആളുകളാണ്. ഇതിലേറ്റവും ഒടുവിൽ നമുക്കറിയാം ദയാനന്ദ സരസ്വതി എന്ന് പറയുന്ന ശങ്കരാചാര്യർ, അദ്ദേഹവും തന്നെ ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇവരെല്ലാം തന്നെ പ്രചരിപ്പിച്ചിരുന്നത് ഒരു റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള വിശ്വാസങ്ങളും എല്ലാം പ്രചരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ BJPയുടെയും സംഘപരിവാറിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് വലിയ സഹായകമായി എന്നുള്ളത് നമുക്കറിയാം. അത് മാതാ അമൃതാനന്ദമയി അടക്കമുള്ള ആളുകളെല്ലാവരും തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. കേരളം നേരത്തെ ഒരു ബൗദ്ധികമായ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ കുറച്ച് വിടുതൽ നേടിയിരുന്ന സംസ്ഥാനമാണെങ്കിൽ നമ്മളെ ഞെട്ടിച്ചൊരു കാര്യം നമുക്കറിയാം. എലന്തൂരിൽ 2 സ്ത്രീകളെ അവർ ബലി കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ടായി എന്ന് പറഞ്ഞാൽ കേരളം അന്ധവിശ്വാസത്തിലേക്ക് പതുക്കെ പുറകോട്ട് നടന്നിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ പലപ്പോഴും നമുക്ക് ഈ വിശ്വാസവും കൂടി വരികയും അതുപോലെ തന്നെ അതിൻ്റെ എക്സ്ട്രീമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് എത്തുക കൂടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കേരളത്തിൽ കൂടി ഒരു ആശയപരമായ പരിസരം BJPക്കും സംഘപരിവാറിനുമൊക്കെ വളരുന്നതിന് വേണ്ടി ഇടയാക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഇടയാക്കിയത് കൊണ്ട് തന്നെയാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ BJP വളർന്നത്. കുറേ കാലം അത് നെഹ്റുവിൻ സോഷ്യലിസവും അതുപോലെ തന്നെ ഐഡിയോളജികളുമൊക്കെ നിലനിന്നിട്ടുള്ള കോൺഗ്രസ്സിന് അതിനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് ഒരു പരിധിവരെ വളരെ സയൻറ്റിഫിക് ടെമ്പർ, അതായത് നമുക്ക് ശാസ്ത്ര അവബോധം വളർത്തുന്നതിനൊക്കെ നെഹ്റു വലിയ തീരുമാനങ്ങൾ എടുക്കുകയും നെഹ്റു തന്നെ ഇന്ദിരാഗാന്ധിക്ക് അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ബുക്കിലൊക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു ശാസ്ത്ര അവബോധത്തിൻ്റെ പ്രാധാന്യം വളരെ കൃത്യമായൊക്കെ പറയുകയും ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. അതിൽ നിന്ന് ആശയപരമായ പരിസരത്ത് നിന്ന് പതുക്കെ ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു വേർതിരിവാണ് അല്ലെങ്കിൽ പിന്നോട്ട് നടക്കലാണ് ഈ പറയുന്ന സംഘപരിവാർ അജണ്ടകളെയും BJPയൊക്കെ വളരാൻ സഹായിച്ചതെങ്കിൽ കേരളത്തിലും അത്തരത്തിലുള്ള ഒരു പിന്നോട്ട് നടക്കലിന് ആക്കം കൂട്ടുന്ന രീതിയിലുള്ള ഒരു തരികിട പരിപാടിയാണ് ഈ പറയുന്ന കൂടോത്രം കണ്ടെത്തി എന്നുള്ളതും ആ കൂടോത്രത്തിന് നമ്മുടെ മാധ്യമങ്ങളിലൂടെ കിട്ടിയ വലിയ പ്രചാരണവും. ആ പ്രചാരണം കിട്ടിയത് കൊണ്ട് തന്നെയാണ് നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നിർമാല്യം എന്ന് പറയുന്ന ഒരു സിനിമ എടുക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തിൽ നിന്ന് നമ്മൾ തിരിച്ച് ശബരിമല എന്ന് പറയുന്നൊരു വിഷയം ചർച്ച ചെയ്യാൻ എല്ലാ സെലിബ്രിറ്റികളും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും അവിടെ വനിതകൾ കയറണമെന്ന കാര്യം ചർച്ച ചെയ്യാൻ പേടിക്കുന്നൊരവസ്ഥയിലേക്ക് ഹിന്ദു സമൂഹത്തേക്ക് എത്തിച്ചേർക്കുന്നതിൽ ഇത്തരത്തിലുള്ള ആശയ പരിസരങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സത്യത്തിൽ അത്തരത്തിലുള്ള ആശയ പരിസരങ്ങളിൽ ഒരു ഏക്കം കൂട്ടുന്നതിന് കുറച്ചുകൂടി അത് ഇൻക്രീസ് ചെയ്യുന്നതിനാണ് ഈ കൂടോത്ര വിവാദം സഹായിച്ചിട്ടുള്ളത്. ഇത് മനഃപൂർവ്വമായി അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു കാര്യമാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അത് കെ സുധാകരനും ഒരുപക്ഷെ രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ തന്നെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് അറിഞ്ഞുകൊണ്ടാണ് കെ സുധാകരൻ ചെയ്തതെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ BJP എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഇപ്പോൾ ഏതാണ്ട് 20%, 19.6% വോട്ടുകളുണ്ട്. ഒരു 20-25% വോട്ടിലേക്ക് അതെത്തിയാൽ ഞങ്ങൾ BJPയിലേക്ക് ചേർന്നാൽ പോലും MLAമാരായി ജയിക്കാൻ കഴിയുമെന്നും MP മാരായി ജയിക്കാൻ കഴിയുമെന്നുമുള്ള ഒരവസ്ഥയിലേക്ക് BJP വളർന്നാൽ തീർച്ചയായിട്ടും നിരവധി നേതാക്കന്മാരുടെ ഒരു കുത്തൊഴുക്ക് തന്നെ BJPയിലേക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വന്നാൽ ഏതെങ്കിലും പാർട്ടികൾ തകർന്നടിയുകയും വലിയ തോതിൽ ഒരു ജനം ഈ BJPയിലേക്ക് ഒഴുകുകയും ചെയ്യും. സത്യത്തിൽ ഈ കൂടോത്രത്തിൻ്റെ വിവാദം പോലും അത്തരത്തിലുള്ള ഒരു ഒഴുക്കിനെ സഹായിക്കുന്നൊരു കാര്യമാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, പിണറായി വിജയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പോലും ഇത്തരത്തിൽ സഹായിക്കുന്നുണ്ടോ BJP എന്ന് പറയുന്നത് സംശയമുള്ള ഒരാളാണ് ഞാൻ. കാരണം വലിയ രീതിയിലുള്ള ഭൗതികമായ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിയും BJP അങ്ങനെ ഇവിടെ വളർത്താൻ തീരുമാനിച്ചാൽ. അതുകൊണ്ട് അത്തരത്തിലുള്ള മനഃപൂർവ്വമായ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ആ ശ്രമങ്ങൾക്ക് കീഴെ ചില അണ്ടർ ദ ടേബിൾ ഡീലുകൾ കൃത്യമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ കൂടോത്രവും തിരക്കഥയും ഇത്തരത്തിലുള്ള പ്രചാരണവും പോലും ഇതിൻ്റെ സംഘപരിവാർ സംഘടനകളുടെയും അവരുമായി ഡീൽ ഉറപ്പിച്ചിട്ടുള്ള കെ സുധാകരൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിൻ്റെയൊക്കെ കാർമ്മികത്വത്തിൽ നടന്നിട്ടുള്ള ഒരു നാടകമാണ് എന്നാണ് എൻ്റെ വിശ്വാസം.